അതിനനുസരിച്ച് വേണം ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും ഇതാണെങ്കിലും ഈ ഗവേണൻസ് പ്ലാൻ അല്ലാതെ നിങ്ങൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷെ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ബാക്കി 50 കോടിക്ക് ചെലവ് നടത്താതിരിക്കോ? ഇല്ല, അതാണ് ഡെഫിസിറ്റ്. ആ ഡെഫിസിറ്റിന് പൈസ കണ്ടെത്തും. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മതപരമായിട്ടുള്ള ആചാരം അല്ലെങ്കിൽ ഒരു ഉത്സവം, ഒരു പെരുന്നാൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ താഴെ പറയുന്ന ഈ 3 കാര്യങ്ങളിൽ ഏതൊക്കെ പരിഗണിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ആ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ പറയുന്ന പോലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ആയോണം ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഓഡിയൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഗ്രി പ്രിലിമിനറി 2ാം ഘട്ടം അതുപോലെ തന്നെ 3ാം ഘട്ടം എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെയാണ്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം 1ാം ഘട്ട പ്രിലിമിനറി എക്സാം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലോട്ട് എത്താം. അതായത് ക്വസ്റ്റ്യൻസ് എലിമിനേഷൻ ടെക്നിക്സ് ആണെങ്കിലും അല്ലാതെ ഓപ്ഷൻസ് ഗസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്ന ഒരു 10-12 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ ഇനി വരുന്ന പ്രിലിമിനറി എക്സാമിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നോക്കിയേ, അതിൽ ചില ചോദ്യങ്ങളുടെ പ്രത്യേകത, ചോദ്യങ്ങളുടെ ഓപ്ഷൻസിനകത്ത് ആ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കകത്ത് ആൻസർ ഉണ്ട്. നമ്മളത് വായിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഒന്നാമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും എലിമിനേഷൻ ടെക്നിക്സ് ആണ്. നമ്മുടെ UPSC-യിലാണെങ്കിലും അതുപോലെ പ്രധാനമായിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനാണ് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്സ് പോസിബിൾ ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എലിമിനേറ്റ് ചെയ്യുക, അതായത് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തരും, അതിലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ അറിയാവുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താം, കൃത്യമായിട്ടുള്ള ഓപ്ഷനിലോട്ട് എത്താം എന്നുള്ളതാണ് ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് എലിമിനേഷൻ വഴി ആൻസറിൽ എത്താൻ പറ്റുന്നു. അതേസമയം ചില ചോദ്യങ്ങൾ ആ ഒരു കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഓപ്ഷൻസ് നോക്കി അതിൽ നിന്ന് ആൻസറിൽ എത്തുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യം നമുക്ക് ഒരു എലിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 1-2 സ്റ്റേറ്റ്മെന്റ് മാത്രം അറിയാവുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആൻസറിൽ എങ്ങനെ എത്തിപ്പെടാം. ഈ ഒരു ചോദ്യം നോക്കി, ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് പുട്ട് ഫോർവേഡ് ബൈ ദി ഫസ്റ്റ് ടൈം ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായല്ലോ. അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് മിക്ക ആൾക്കാരും, ഭൂരിപക്ഷം ആൾക്കാരും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നോക്കുന്നതാണ് ഭരണഘടന നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടന അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കുമ്പോഴേ നമ്മൾ പറയുന്നതാണ് നെഹ്റു ഒന്നും അല്ല മുന്നോട്ട് വെച്ചത്, MN റോയ് ആണ് ഇത്തരത്തിലൊരു ആവശ്യം, ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു പാർട്ടിയുടെ കാര്യമല്ല പറയുന്ന, ഒരു വ്യക്തി എന്ന രീതിയിൽ ഇത്തരത്തിലൊരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം MN റോയ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭരണഘടന മുന്നോട്ട് വെക്കും. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണമെന്ന് പറയുന്നതോ ഒന്നിലും തന്നെ നെഹ്റു അല്ല മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് പുട്ട് ഫോർവേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ജവഹർലാൽ നെഹ്റു. ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു ആണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിക് ആയിട്ടുള്ള പഠനം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് തെറ്റാണ് എന്നുള്ളത് അല്ലെ. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്താം. എങ്ങനെയാ? ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിരിക്കും, ഇനി അടുത്ത് താഴത്തെ ഒരു പോയിന്റ് വായിക്കാം, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്, ഏതൊക്കെയാ ശരി. അപ്പൊ ഒന്ന് തെറ്റാണെന്ന് പറയുമ്പോൾ only 1 എന്നുള്ളത് പോയി, കാരണം അത് ആൻസറിൽ വരില്ല. അടുത്ത ഓപ്ഷൻ സി നോക്കിയേ, 192 എന്നുള്ളത് ആൻസറിൽ വരില്ല. ഓൾ ഓഫ് ദ എബോവ്, കാരണം ഇതിനകത്ത് 1 2 3 ഉള്ളതുകൊണ്ട് ഇതും വരത്തില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസറിലെത്തി. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം അറിയാവുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻസറിലോട്ട് എത്തുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു രീതി, ഇതൊരു എലിമിനേഷന്റെ ഒരു ടെക്നിക്കാണ്. പലതരത്തിൽ ഓരോ ക്വസ്റ്റ്യനിലും പല രീതിയിലാണ് എലിമിനേഷൻ വർക്ക്ഔട്ട് ആവുക. ഇവിടെ ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വായിക്കണമെന്ന് നിർബന്ധമില്ല. ഐഡിയ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് പുട്ട് ഫോർവേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ജവഹർലാൽ നെഹ്റു.
റോ എന്ന് പറയുമ്പോഴേ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമുക്കറിയാം എം എൻ റോയ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ല നമുക്ക് എത്താം. ഇനിയിപ്പോ വേറെ രീതിയിലൊക്കെയാണ് ചോദിച്ചത്. മഹാത്മാഗാന്ധി വാസ് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമുക്കറിയാം മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പർ ആയിട്ടില്ല. അതും പൊതുവെ പഠിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ എല്ലാ മെമ്പേഴ്സിനെ ഒന്നും കാണാതെ പഠിക്കണ്ട. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധി അതിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലേ പഠിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ പേര് ഏറ്റവും അവസാനം എഴുതിയിരിക്കും? ഇല്ലല്ലോ. മഹാത്മാഗാന്ധി ഇതിന്റെ മെമ്പർ ആണെങ്കിൽ ബേസിക് ആയിട്ട് ഈ ഒരു ഐഡിയ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ആ ഒരു സംഗതി കിട്ടും. അപ്പൊ നമുക്കറിയാം തെറ്റാണ്. പക്ഷെ ഇവിടെ അതുപോലെ നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയതോടുകൂടി നമ്മൾ കൃത്യമായിട്ട് ആൻസറിൽ എത്തുന്നു. ഓൺലി 2. ഇവിടെ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് അസംബ്ലി 389 ആണ്. അത് കറക്റ്റ് ആണ്. നമുക്ക് അറിയില്ല അതെന്താണെന്ന് അറിയില്ല. ടോട്ടൽ സ്ട്രെങ്ത് അയ്യോ 389 ആണോ 399 ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നാലും നോക്കേണ്ട കാര്യമില്ല. ഒന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ആൻസറിൽ എത്താം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ എലിമിനേഷൻ നിങ്ങൾ അടുത്ത് വരുന്ന എക്സാമിന് ഇത്തരത്തിലുള്ള എലിമിനേഷൻ പരമായിട്ട് എലിമിനേഷൻ ഇന്റലിജന്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ മുഴുവൻ സാധനവും ചിലപ്പോൾ എലിമിനേറ്റ് കളയാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു സംഗതി, അത് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മിക്ക ക്വസ്റ്റ്യൻസും അത്തരത്തിൽ തന്നെയായിരിക്കും തരിക. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുക, വായിക്കുക. പ്ലസ് ഓപ്ഷൻസും കൂടെ ചേർത്ത് വായിക്കുക. നിങ്ങളുടെ ഓപ്ഷൻസ് വായിക്കുന്നില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുന്നില്ല, 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചു, അയ്യോ ഒന്നറിയാം, എനിക്ക് 2, 3 അറിയില്ല, അല്ലെങ്കിൽ 2 അറിയില്ല, ഇതെങ്ങനെ ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷെ ഓപ്ഷൻസ് ആണ് നിങ്ങൾ അവിടെ നോക്കാനുള്ളത്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം, എലിമിനേഷൻ ടെക്നിക്സോടെ വർക്ക്ഔട്ട് ആകാൻ നോക്കണം എന്നുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഇതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് സിമ്പിൾ ആയിട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ല. കുറച്ചൊന്ന് ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ചൊന്ന് സമയം, ഒരല്പം ഒരു 1-2 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ്? ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. നമുക്കറിയാവുന്നതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ആരുടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. റിലേറ്റഡ് ടു മണി അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനങ്ങളുടെ കയ്യിലോട്ട് പൈസ എത്തിക്കുന്ന പോളിസി, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അബ്സോർബ് ചെയ്യുന്ന പോളിസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്, ആണല്ലോ. മോണിറ്ററി പോളിസി പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്ന ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, ആണല്ലോ. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്നുള്ള കാര്യം നമുക്കറിയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന സംഗതിയാണ്. മനസ്സിലായല്ലോ? അതുപോലെ നിങ്ങൾ മോണിറ്ററി പോളിസി ടൂൾസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. MSF ഒരു മോണിറ്ററി പോളിസി ടൂൾ ആണ്. SLR, ഇത് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ SLR പഠിച്ചിട്ടുണ്ടാവുമല്ലോ. SLR ഒരു മോണിറ്ററി പോളിസി ടൂൾ ആണ്. ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ SLR, CRR SLR പഠിക്കാത്ത ആൾക്കാർ കുറവാണ് അല്ലെ? നിയമപരമായിട്ടുള്ള ലിക്വിഡിറ്റി അനുപാതം, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പഠിച്ചിട്ടുള്ള ഒരു ഉറപ്പായിട്ടുണ്ടോ? അത് പഠിക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഡിഗ്രി ലെവൽ എക്സാമിന്. MSF നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വെക്കുക, SLR പഠിച്ചിട്ടുണ്ട് അല്ലെ? SLR പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യുക, SLR പഠിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം മോണിറ്ററി പോളിസിയിൽ SLR എന്ന് പറയുന്ന ടൂള് വരും അല്ലെ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? SLR വരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ SLR വരുന്നെങ്കിൽ SLR വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? അതായത് 3 വരുന്നത് ഏതൊക്കെയുണ്ട്? എയിൽ 3 വരുന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം A നമ്മുടെ ആൻസറിലേ വരുന്നില്ല. ഇനി അടുത്ത് Bയിൽ 1, 3 അത് നമ്മുടെ ആൻസർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. സിയിലാണെങ്കിലോ 1, 2, 3 നമ്മുടെ ആൻസർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡി ആണെങ്കിലോ 1, 2, 4 അത് നമ്മുടെ ആൻസർ ആകാനുള്ള സാധ്യതയില്ല. തെറ്റാണ്. അപ്പം എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 2 ഓപ്ഷൻസും എടുത്ത് നമ്മൾ ആദ്യം നോക്കുക. ഇവിടെ 1, 2, 3 ഇവിടെ 1, 3. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 3 നമുക്ക് ശരിയാണെന്ന് മനസ്സിലായി. വേറൊരു കാര്യം കൂടെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നു, 1 ശരിയാണ്. കാരണം ഈ 2 മാത്രമേ, ബി അല്ലെങ്കിൽ സി മാത്രമേ ശരി ഉത്തരമായിട്ട് വരത്തുള്ളൂ, ആണല്ലോ. ബി അല്ലെങ്കിൽ സി മാത്രമേ ശരി ഉത്തരമായി വരത്തുള്ളൂ. അതിൽ തന്നെ കോമൺ ആയിട്ടുള്ളത് 3ഉം 1ഉമാണ്. കണ്ടല്ലോ, 3ഉം 1ഉം. അതിന്റെ അർത്ഥം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഇനി ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കേണ്ട കാര്യമില്ല, അത് ശരിയാണ്. കാരണം അതുണ്ടെങ്കിലേ ബി ഓർ സി ആൻസർ വരണമെങ്കിൽ 2ലും 1 ഉണ്ട്, 2ലും 3 ഉണ്ട്. അതിന്റെ അർത്ഥം 1ഉം 3ഉം കറക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പൊ ബിയും സിയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, 1ഉം 3ഉം എന്തായാലും ആൻസറിൽ വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തത് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാനുള്ളത് അല്ലെ? ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
ഫിസ്ക്കൽ പോളിസി പഠിക്കുന്ന സമയത്ത് അത് പഠിച്ചിട്ടുള്ളവരായിരിക്കും ഡെഫിസിറ്റുകളെ പറ്റി പഠിച്ചിട്ടുള്ളത്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ പിന്നെ ബജറ്റ് ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്തല്ലേ നമ്മൾ പഠിക്കുന്നത് ആണല്ലോ. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന് ചെലവുകൾ കൂടുതലും വരവ് റെസീപ്റ്റ് കുറയുമ്പോഴാണ് ഗവൺമെന്റിന് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. വരവ് ഇപ്പോ 100 കോടിയും ചെലവ് ഒരു 80 കോടി, വരവ് 100 കോടിയും ചെലവൊരു 150 കോടി ആകുന്ന സമയത്ത് ഒരു 50 കോടിയുടെ ഡെഫിസിറ്റ്, ഒരു 50 കോടി കമ്മി നമ്മൾ പറയാറില്ലേ, ബജറ്റിൽ കമ്മി സംഭവിക്കാറുണ്ട്. ഗവൺമെന്റ് ഇപ്പോൾ ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ചെലവുകൾ 150 കോടി, വരുമാനം 100 കോടിയേ ഉള്ളൂ. ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ബാക്കി 50 കോടിക്ക് ചെലവ് നടത്താതിരിക്കോ? ഇല്ല. അതാണ് ഡെഫിസിറ്റ്. ആ ഡെഫിസിറ്റിന് പൈസ കണ്ടെത്തും. അതായത് 50 കോടി നമ്മൾ ലോൺ ആയിട്ട് എടുക്കും. അതിനാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ഈ ഡെഫിസിറ്റ് വരുമ്പോൾ നമ്മൾ പൈസ കണ്ടെത്തുന്നു. അത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ടേം കേൾക്കുമ്പോൾ തന്നെ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ RBI ആയിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എപ്പോഴും ബജറ്റും ഫിസ്ക്കൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോണിറ്ററി പോളിസി അത് RBIയുടേതാണ്, ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റിന്റെതാണ്. ഇപ്പൊ ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും തന്നെ ആലോചിക്കുക, ഡെഫിസിറ്റ് നമ്മൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അതിന് പൈസ കണ്ടെത്താനുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്വം. RBIയുടെ മോണിറ്ററി പോളിസിക്കകത്ത് അതൊന്നും വരുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവത്തില്ലേ. അപ്പൊ ഇവിടെ തന്നെ കൃത്യമായിട്ട് ഡെഫിസിറ്റ് ഫൈനാൻസിങ് മോണിറ്ററി പോളിസിയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ, 2 ആൻസറിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ C അവിടെ കട്ടായി. പിന്നെ നമ്മൾ ബിയിലോട്ട് മാത്രം എത്തുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് നമുക്ക് പഠിച്ചത് മുഴുവൻ പഠിച്ചാലേ കിട്ടത്തുള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞു SLR എന്താണ് ഞാൻ ഇപ്പോഴും പറയുന്നു. നിങ്ങൾ ഒരു ദിവസം ആദ്യമായിട്ട് വരുന്നു, ഡിഗ്രി പ്രിലിംസിന് അപ്ലൈ ചെയ്യുന്നു, നേരെ ചെന്ന് എക്സാം എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ കാണരുത്. ഞാൻ പറയുന്നത് അത്യാവശ്യം ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോയി കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, പക്ഷെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പഠിച്ച കുറച്ച് ബേസിക് കാര്യങ്ങളിലാണ് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, കാരണം അതൊക്കെ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. അതൊക്കെ അങ്ങനെ പഠിച്ച ആൾക്കാർക്കാണ് ഇത് ഞാൻ പറയുന്ന വീഡിയോ. അല്ലാത്തവർ നിങ്ങൾ കാണണ്ട. അല്ലാത്ത ആൾക്കാർ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, വെറുതെ ഗസ് അടിച്ച് എക്സാം എഴുതാൻ അങ്ങനെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്കുള്ളതല്ല വീഡിയോ. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കുറച്ചെങ്കിലും അല്പം ബേസ് എങ്കിലും പഠിച്ചു. ബാക്കി നമുക്ക് എക്സാമിന് വേണ്ടി സമയം കിട്ടിയില്ല പല കാരണങ്ങൾ കൊണ്ട്, എങ്ങനെ എഴുതാം, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മോണിറ്ററി പോളിസി RBIയുടേതാണെന്ന് പഠിച്ചിട്ടുണ്ടാവും, ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചിട്ടുള്ളവർ, മോണിറ്ററി പോളിസി പഠിച്ചിട്ടുള്ളവർ ഒരിക്കലും പഠിക്കാതെ വിടാത്ത സാധനമാണ് SLR എന്താണെങ്കിലും ഇതാണെന്നറിയാം. നിങ്ങൾ ബിയിലോ സിയിലോ എത്തിപ്പെടും. അപ്പോഴാണ് നിങ്ങൾക്ക് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഓർക്കുക. ഫിസ്ക്കൽ പോളിസി പഠിച്ചിട്ടുള്ളവർ ഡെഫിസിറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെല്ലാം ഡെഫിസിറ്റിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡെഫിസിറ്റിന് വേണ്ടി പൈസ കണ്ടെത്തുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആണല്ലോ, പബ്ലിക് ബോറോയിങ്സ് വഴി പല മാർഗങ്ങളിലൂടെ. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ഫിസ്ക്കൽ പോളിസി ടൂൾ ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബിയിൽ എത്തിയില്ലേ. ഇതും ഒരു എലിമിനേഷൻ ടെക്നിക്കാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്തുന്നു. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, which among the following വായിച്ചു തിരിഞ്ഞുപോയി. which among the following is or are correct regarding the objectives of നാഷണൽ ഗവേണൻസ് പ്ലാൻ ആസ് ആർട്ടിക്കുലേറ്റഡ് ഇൻ വിഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഈ NEGP എന്താണ് സാധനം എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, NEGP എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു സാധനം ആൻസർ ചെയ്യാൻ ഒരു ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് പറ്റും എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്തുകൊണ്ടാ? ഈ പറയുന്ന NEGP നാഷണൽ ഗവേണൻസ് പ്ലാൻ ആണെന്ന് വായിച്ചെടുക്കാനും സിലബസ് വായിച്ചവർക്ക് പിടികിട്ടും അല്ലെ. ഗവേണൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഗവേണൻസ് നമുക്ക് സിവിക്സിൽ പഠിക്കാനുള്ള ആ കൂടെ ഗവേണൻസ്. അപ്പൊ നാഷണൽ ഗവേണൻസ് പോളിസി എന്നോ പ്ലാൻ എന്നോ നിങ്ങൾ എന്ത് വേണോ വായിച്ചോളൂ. അപ്പൊ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റിലെ കറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദ്യം. ഈ സാധനം ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ആൻസർ എത്താം? നിങ്ങൾക്ക് വായിക്കുന്നു, കുറച്ച് സമയം വായിക്കുന്നു, നിങ്ങൾ വിട്ടിട്ട് പോകുന്നു. പക്ഷെ ലാസ്റ്റ് വീണ്ടും നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ചെയ്യാൻ പറ്റും, പഠിക്കാത്തവരാണെങ്കിൽ മനസ്സിലാകുന്നില്ല, പോകുന്നു. ലാസ്റ്റ് വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഡീകോഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യന്റെ ഭാഗങ്ങളായിട്ട് ഡീകോഡ് ചെയ്യുന്നു. വിച്ച് among the following is are correct? അപ്പൊ നമുക്ക് കിട്ടി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് കണ്ടെത്താനുള്ളത് റിഗാർഡിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NEGP. നമ്മുടെ സിലബസിനകത്ത് ഗവേണൻസിനെ പറ്റി പറയുന്നുണ്ട്. ഗവേണൻസ് ആയിരിക്കും. ഇപ്പൊ നാഷണൽ ഗവേണൻസ് പോളിസി എന്നോ പ്ലാൻ എന്നോ എന്തോ വല്ലതും ആയിരിക്കും ഇതിനകത്ത് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന വിഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്തോ ഒരു പോളിസി അല്ലെങ്കിൽ പ്ലാൻ
അതിന് മാത്രമേ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. പോളിസി, പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനൊരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ആ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റിൽ താഴെ പറയുന്ന എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് ഈ ഗവേണൻസിന്റെ ഉദ്ദേശം എന്താ? അതായത് ഇലക്ട്രോണിക് ഗവേണൻസിന്റെ ഉദ്ദേശം എന്താണ്? ഭരണനിർവഹണം ജനങ്ങൾ നേരിട്ടെത്തുന്നു. എന്റെ മൊബൈൽ ഫോൺ വഴി, എന്റെ കമ്പ്യൂട്ടറിൽ, എന്റെ വീട് അതായത് നേരിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ പോകാതെ ഗവൺമെന്റ് ഭരണ സേവനങ്ങൾ, ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ നമുക്ക് ജനങ്ങളുടെ കയ്യിലെത്തണം ഈ ഗവേണൻസിന്റെ ഭാഗമായി ആണല്ലോ. അങ്ങനെ വരുമ്പോൾ താഴെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ആ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ പറയാം, അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നാൽ, അത്തരത്തിൽ ഗവേണൻസിനെ പറ്റിയ ഒരു പ്ലാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ വിഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് ഉണ്ടാകും? ഗവൺമെന്റ് പറയാണ് നമ്മളൊരു ഗവേണൻസിന് വേണ്ടി ഒരു പ്ലാൻ കൊണ്ടുവരികയാണ്, അതിനുവേണ്ടി ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് മുന്നിൽ കാണുന്ന ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്തൊക്കെയായിരിക്കും അത് മനസ്സിൽ വെച്ച് നമുക്ക് ഇനി സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. To bring public services closer home to citizens, അതായത് ജനങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് പബ്ലിക് സർവീസസ്, പൊതുജന സേവനങ്ങൾ, ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആവത്തില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സേവനങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നു ആണ്. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് ഓഫീസിൽ പോകുന്നതിന് പകരം, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോകുന്നതിന് പകരം ഗവൺമെന്റ് സേവനങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുക എന്നുള്ളതായിരിക്കില്ലേ? ഇതൊരു ഗസ്സിന്റെ കാര്യവും കൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കാതെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് അറിഞ്ഞിട്ട് ഈ ഒരു ടേംസ് ഒക്കെ മാത്രം അറിഞ്ഞിട്ട് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുജന സേവനങ്ങൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുന്നു. ശരിയാണ്. 2, എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പാരൻസി. അപ്പൊ നിങ്ങൾക്ക് ആദ്യം അതവിടെ നിർത്തിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാവുന്നത് എ വരാം, സി വരാം, ബി വരാം. ഡി വരില്ല, കാരണം അതിൽ 1 എന്ന് പറയുന്ന സംഗതി ഇല്ല. ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ളത് എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പാരൻസി. എഫിഷ്യൻസി സുതാര്യത, എഫിഷ്യൻസി കാര്യക്ഷമത, ട്രാൻസ്പാരൻസി സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുന്നു അല്ലെ. അത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ പോകുന്നു, പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണാറുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചു. അപ്പൊ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടാനുള്ള സേവനം പോലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നില്ല. കൈക്കൂലി വാങ്ങിച്ചിട്ട് പലർക്കും കിട്ടാനുള്ള സേവനങ്ങൾ പോലും മുടങ്ങുന്നു. കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥന് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഗവേണൻസ് ആയിട്ട് മാറുമ്പോൾ, സൗകര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിക്കും അല്ലെ. കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഫയല് മൂവ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടാനുള്ള സേവനം കിട്ടില്ല. കൈമടക്ക് കൊടുക്കാതെ തരില്ല എന്ന് പറയുമ്പോൾ അവിടെ സുതാര്യത നഷ്ടപ്പെടുന്നു. അത് ഒഴിവാക്കാനല്ല ഈ ഗവേണൻസ് സംവിധാനം, ഈ ഗവേണൻസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പാരൻസി ശരിയല്ലേ? നമുക്കൊന്നും അറിയാത്ത ഒരു ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ ഇവിടം വരെ എത്തുന്നത്. അപ്പൊ 2 നമുക്ക് വേണമെങ്കിൽ ആൻസറിൽ വരാം. 2 വേണമെങ്കിൽ ആൻസറിൽ വരാം ആണല്ലോ. 2 വന്നു കഴിഞ്ഞാൽ ഇത് വരും. പക്ഷെ ഇവിടെ നോക്കി, ഇനി മൂന്നാമത്തെയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. സർവീസസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഗവൺമെന്റിന്റെ സേവനങ്ങൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അതുപോലെ കോമൺ സർവീസ് സെന്ററിൽ എവിടെ പോയി കഴിഞ്ഞാലും ഫ്രീ ആയിട്ടാണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത്? അല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ ഫ്രീ ആയിട്ടാണോ നിങ്ങൾക്ക് സേവനങ്ങൾ കിട്ടുക? ഇനി മുതൽ നിങ്ങൾ ആലോചിക്കും, ഇന്ത്യയിൽ മുഴുവൻ ഈ ഗവൺമെന്റ് സേവനങ്ങളും സൗജന്യമാണ്. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും ഒരു മിനിമം ഫീസ് കൊടുക്കണം. അങ്ങനെ ഒരു സാധനം ഗവൺമെന്റ് വയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഫ്രീ ഓഫ് കോസ്റ്റ് അങ്ങനെ വയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം എത്തി ഓപ്ഷൻ ബിയിലോട്ടെത്താം. ഇത് ഒന്നും അറിയാത്തത് നിന്നാണ്. നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് 3ഉം ശരിയാണെന്ന് തോന്നുകയാണ്. 3ഉം ശരിയാണെങ്കിലോ എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. 1ഉം 2ഉം 3ഉം ശരിയാണ്, ഓൾ ഓഫ് ദ എബോവ് ശരിയാണെന്നൊരു ഓപ്ഷൻ ഇല്ല. ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിൽ ഓൾ ഓഫ് ദ എബോവ് ശരിയാണെന്നൊരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ 1 കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്നെങ്കിൽ 2 കറക്റ്റ്, അല്ലെങ്കിൽ 3 കറക്റ്റ്. 2 or 3. അവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എൻഷുർ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പാരൻസി ആണോ, സർവീസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, ഏതായിരിക്കും ജനങ്ങൾക്ക് കൂടുതൽ? അതായത് ഈ ഒരു ഗവേണൻസിന്റെ ഭാഗമായി ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന സൗജന്യമായിട്ടുള്ള സേവനമാണോ, സുതാര്യമായിട്ടുള്ള സേവനമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു ഇന്റലിജന്റ് ആയിട്ട് എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 അവിടെ വരും, 3 എലിമിനേറ്റ് ചെയ്യുന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഓപ്ഷൻ ബിയിലെത്താം. സപ്പോസ് നിങ്ങൾ പറയുന്നത് 2ഉം തെറ്റാണെങ്കിലോ എന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. നിങ്ങളൊരു ആൻസർ എഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഒന്നും വരാൻ പോകുന്നില്ല. മുഴുവൻ തെറ്റാണെങ്കിൽ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്യട്ടെ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ
കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞ് എങ്ങനെ ആൻസറിൽ എത്താം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പല രീതിയിലുള്ള എലിമിനേഷൻ പറഞ്ഞു നമ്മൾ ഇവിടെ അല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസറിൽ എത്താവുന്ന എലിമിനേഷൻ. ഇവിടെ ഒന്ന് മാത്രം അറിയുക. ഇവിടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിയാം, ഡയറക്റ്റ് ആൻസറിൽ എത്തുന്നു. രണ്ടാമത്തെ എലിമിനേഷൻ പറഞ്ഞത് ഒരെണ്ണം അറിയാം, മറ്റൊന്ന് നമ്മൾ നമ്മുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഒരു വേർഡ്, ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു വേർഡിൽ നിന്ന് നമ്മൾ ഗസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്തു. ഗസ് ആണ് അവിടെ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ഗസ് ആയിരിക്കണം. കാര്യങ്ങൾ വെറുതെ അങ്ങ് ഗസ് ചെയ്യുന്നത് ഇവന്റെ എന്താ നമ്മൾ എണ്ണിപ്പിരിക്കാറില്ലേ, ഇങ്കി പിങ്കി പോങ്കി, ആ ഗസ് അല്ല പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വായിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സിലോട്ട് നമ്മൾ എത്തി. ഇവിടെ പറയുന്നുണ്ട് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് വിത്ത് എയിം ടു ഇംപ്രൂവിംഗ് ഡെലിവറി ഓഫ് ഗവൺമെന്റ് സർവീസസ് സിറ്റിസൺ ആൻഡ് ബിസിനസ് ഗൈഡഡ് ബൈ ദ ഫോളോയിങ് വിഷൻ. എന്താ പറയുന്നത്, make all public service accessible to common man his locality through common service delivery outlet and ensure efficiency, transparency and reliability of such services at affordable cost എന്നാ പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് എന്നല്ല പറയുന്നത്, മനസ്സിലായോ? അഫോർഡബിൾ കോസ്റ്റ് ടു റിയലൈസ് ദ ബേസിക് നീഡ്സ് ഓഫ് കോമൺ മാൻ. ഇതാണ് ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഫേസ് എക്സാം എഴുതാൻ പോകുന്നവര് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് പറയുന്നത് ഇ ഗവേണൻസ്. അപ്പൊ ഈ NEGP ഇ ഗവേണൻസ് ആണെങ്കിലും ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. കാരണം ഇത് സിവിക്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിവിക്സിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സിവിക്സിന്റെ കൂടെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അത് ഇ ഗവേണൻസ് ആണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി, അതായത് മനസ്സിലാക്കി എടുത്തോണം. അതേസമയം ഇത് ജോഗ്രഫിയുടെ കൂടെ വല്ലോ ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. NEGP എന്താണെന്ന് പോലും അറിയില്ല. എക്കണോമിക്സിന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ പെട്ടുപോയില്ല. അതേസമയം സിവിക്സിന്റെ കൂടെ തന്നെ ഈ ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇ ഗവേണൻസ് ഇ എന്ന് പറയുമ്പോൾ, ചെറിയൊരു ഇ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇലക്ട്രോണിക് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. പിന്നെ താഴത്തെ അങ്ങനെ വായിച്ചിട്ട് മനസ്സിലാവില്ലെങ്കിൽ താഴത്തെ ആ സാധനങ്ങളും കൂടെ, ഈ ഓപ്ഷൻസും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ബ്രിങ് പബ്ലിക് സർവീസ്, എൻഷുർ ട്രാൻസ്പെറൻസി, സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഗവേണൻസ് ആണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവുക. ഇനി അടുത്തതും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഗസ് അടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു എന്താണ്, ഒരു 50-50 ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് എഴുതി, നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു 50-50 ചാൻസ് എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 26 പ്രൊവൈഡ്സ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് വിച്ച് ഇസ് സബ്ജക്ട് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. ആർട്ടിക്കിൾ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യാം, നമുക്ക് പറയാം അയ്യോ ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യും, ഇതൊക്കെ പൊട്ടത്തരമല്ലേ എന്ന് പറയാം. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ നമ്മളെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് പൊട്ടത്തനമായിട്ട് തോന്നാമെങ്കിലും, പക്ഷെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് നോക്കുക. ആർട്ടിക്കിൾ 26 പറയുന്നത്, നമ്മളടുത്ത് ക്വസ്റ്റ്യന് തന്നെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 26 പ്രൊവൈഡ്സ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വിച്ച് ഈസ് സബ്ജക്ട് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. അത് അങ്ങനെ ചെയ്യുമ്പോഴും താഴെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ അവിടെ പാലിക്കപ്പെടണം. റിലീജിയസ്, ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് അവിടെ ഒരു ഉത്സവം നടത്തുന്നു, ഒരു പള്ളിപ്പെരുന്നാൾ നടത്തുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മളവിടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നിങ്ങൾക്കതൊന്ന് വായിച്ചു നോക്കി. ഇനി നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ആൻസർ എത്താൻ പറ്റും നോക്കി. ഇതുവരെ ക്വസ്റ്റ്യൻ ഇതിനെ പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ഞാനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മതപരമായിട്ടുള്ള ആചാരം അല്ലെങ്കിൽ ഒരു ഉത്സവം, ഒരു പെരുന്നാൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ താഴെ പറയുന്ന ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ പരിഗണിക്കണം? പബ്ലിക് ഓർഡർ പരിഗണിക്കണ്ടേ, മൊറാലിറ്റി പരിഗണിക്കണ്ടേ, ആരോഗ്യം പരിഗണിക്കണ്ടേ? മനസ്സിലായല്ലോ? ഉച്ചഭാഷിണി ഉയർന്ന സൗണ്ടിൽ വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 1ഉം 3ഉം തടസ്സപ്പെടില്ലേ? എന്റെ കേൾവി ശക്തിനെ ബാധിക്കുന്നുണ്ട്, പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്നുണ്ട്. ഇനി ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തില്, ഒരു മസ്ജിദിൽ, എന്തോ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു ആരാധനാലയത്തിലൂടെ ഒരു മൊറാലിറ്റീനെ പറ്റി ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നു, മറ്റൊരു മതത്തിനെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം, മറ്റൊരാളുടെ വിശ്വാസത്തിനെ വികാരപ്പെടുത്തുന്ന പ്രകടനം, ഇതൊക്കെ നടത്തി ഒരാൾക്ക് റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആർട്ടിക്കിൾ 26 പ്രകാരം എന്തോ പറയുന്നു, നമുക്കറിയില്ല, എന്തെങ്കിലും പറയുന്നു. പഠിച്ച ആൾക്കാരുണ്ടാകും, പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഒരു 50-50 ചാൻസ് ഉപയോഗിച്ച് എങ്ങനെ ആൻസറിലെത്താം? നിങ്ങൾ ആലോചിക്കുക. പബ്ലിക് ഓർഡറിനെയും മൊറാലിറ്റിയും ഹെൽത്തിനെയും ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക
എന്നൊരു അവകാശം നമുക്കുണ്ടോ? അങ്ങനെ ഒരു ഫ്രീഡം നമുക്കുണ്ടോ? എന്നാൽ പിന്നെ ആൾക്കാര് ഹെൽത്തിനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം, മൊറാലിറ്റീനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടത്തും, പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടത്തും. അതുകൊണ്ടല്ലേ ഇന്ന് ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതൊന്നും ഇവിടെ നടക്കുന്നില്ലേ? അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായി അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ? ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മൊറാലിറ്റീനെ ബേസ് ചെയ്ത് നിർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പബ്ലിക് ഓർഡറിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരോഗ്യപരമായി ബാധിക്കുന്നതാണ് വെടിക്കെട്ടുകൾ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇത്ര വലിയ മീൻസ് പടക്ക ശേഖരമൊക്കെ കൊണ്ടുവയ്ക്കാമോ? ഇതിന്റെ റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഇത് മൂന്നും പരിഗണിച്ച് മാത്രമേ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഓൾ ഓഫ് ദ അബൌട്ട് ആൻസർ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു 50-50 ചാൻസ് ആണ്. വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അവിടെ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് പറയുന്നത്. ഞാൻ അവകാശപ്പെടുന്നില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. വായിച്ചു നോക്കുക, ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 26 പ്രൊവൈഡ്സ് ഫോർ ദ ഫ്രീഡം ടു മാനേജ് ദ റിലീജിയസ് അഫയേഴ്സ് ഓഫ് സിറ്റിസൺ. ഒരാൾക്ക് അയാളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാം. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. വേറൊരാളുടെ അടിക്കുന്നു, ഞാൻ ഒരുത്തനെ ചെന്ന് അടിച്ചിട്ട് പറയാണ് എന്റെ അത് മതപരമായിട്ടുള്ള ആചാരമാണ്, എന്റെ മതപരമായിട്ടുള്ള ആചാരപ്രകാരം, എന്റെ വിശ്വാസപ്രകാരം നിന്നെ അടിക്കണം. നടക്കൂ? ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ പറയാണ് ഞാൻ റോഡെല്ലാം കുത്തിക്കുഴിച്ചിട്ടാണ്, എന്റെ മതപരമായിട്ടുള്ള ആചാരം, റോഡ് മുഴുവൻ മുടക്കി. ഘോഷയാത്രകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത്ര മണിക്കൂറുകൾ റോഡ് മുഴുവൻ മുടക്കിയിട്ട് ഞാൻ ഘോഷയാത്രകൾ നടത്തുന്നു. മനസ്സിലായി? അല്ലെങ്കിൽ നഗ്നനായിട്ട് റോഡ് വഴി ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാർ മതപരമായിട്ടുള്ള ആചാരപ്രകാരം, മൊറാലിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മീൻസ് ആർട്ടിക്കിൾ 26 പറയുന്നത് എന്താ? ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഓഫ് ദ സിറ്റിസൺ ഈസ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യുക? അടുത്ത തവണ എക്സാമിന് പോകുന്ന ആൾക്കാര് ഈ ആർട്ടിക്കിൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും വൃത്തിക്കൊന്ന് പഠിച്ചിട്ട് പോവുക. കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഗസ്സും കൂടെ യൂസ് ചെയ്ത് ആൻസറിൽ എത്താവുന്നതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇതെന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. താഴെ പറയുന്ന ഫംഗ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഫംഗ്ഷൻ ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സാമൂഹ്യവൽക്കരണം, അതുപോലെ തന്നെ പങ്കാളിത്തം, അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇന്റഗ്രേഷൻ, സംയോജനം, ഒരു നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംയോജനം, ദേശീയ സംയോജനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ അധികാരത്തിനായിട്ട് പ്രവർത്തിക്കുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എന്താണ്? നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണ് എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ, അല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം രാഷ്ട്രീയ അധികാരം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു. അതൊരു ഒന്നാമത്തെ പ്രവർത്തനമല്ലേ ഫംഗ്ഷൻ ഓഫ് എക്സസൈസിങ് പൊളിറ്റിക്കൽ പവർ. അതായത് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നു, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു, അല്ലെ? ആണല്ലോ. അതായത് ഇലക്ഷനുകളിൽ ജയിക്കാനും അതുപോലെയുള്ള അധികാരം കിട്ടാൻ വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനം. മൂന്നാമത്തെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം? BO, DO, CO നമുക്ക് വരാം, ആണല്ലോ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 and 3, ഇവിടെ 3 ഓൺലി, ഓൾ ഓഫ് ദം. അപ്പൊ നമുക്ക് ഇവിടെ അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ശരിയാണോ എന്ന് അറിയണം. 2 ശരിയാണെങ്കിൽ ഇത് വരില്ല, ഇത് വരില്ല, ഇതെത്തും. അപ്പൊ രണ്ടാമത്തെ എന്താ പറയുന്ന? ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ, അല്ലെ? ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു സംയോജനം, ഒരു നാഷണൽ ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. നമുക്കൊരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ് ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ, അല്ലെ? രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും പ്രവർത്തിക്കുന്ന ഒരു ഇന്റഗ്രേഷന് വേണ്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ആണെങ്കിലും ഫംഗ്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി. ഇതെല്ലാം തന്നെ നമ്മൾ അവസാനം നോക്കിയ 2-3 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു ഗസ് ആണ്. ഗസ് പ്ലസ് എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിത് അറിയാത്ത ആൾക്കാരോട് പറയുന്നതാണ്. ഗസ് പ്ലസ് എലിമിനേഷൻ യൂസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ 2-3 നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പറയുന്ന ഓൾ ഓഫ് ദ എബോൺ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. താഴെ പറയുന്ന പോലെ സിവിൽ സർവീസിന്റെ ഫംഗ്ഷൻ അല്ലാതെ നമുക്കൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, സിവിൽ സർവന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞോളൂ. ഏതാണ് ഇതിന്റെ ഫംഗ്ഷൻ? ഇതിൽ പ്രത്യേകിച്ച് പഠനത്തിന്റെ ആവശ്യമുണ്ടോ? ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ എത്തുക, ആൻസറിലോട്ട് എത്തുക.
സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റിന്റെ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം ഫങ്ഷൻ അല്ലാത്തതേത്? ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, മൊബൈൽ ഒപ്പോസിഷൻ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് എതിരഭിപ്രായങ്ങളെല്ലാം തന്നെ ശേഖരിക്കുക ആണോ? മൊബൈൽ ഒപ്പോസിഷൻ ടു ദ ഗവൺമെന്റ് ആണോ? അങ്ങനെ ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗവൺമെന്റ് എതിരഭിപ്രായങ്ങൾ മൊബൈലൈസ് ചെയ്യുക, ശേഖരിക്കുക എന്നുള്ളതാണോ? നമ്മൾ കേട്ടിട്ടുണ്ടോ? ക്യാരിയിങ് ഔട്ട് ദ സോഷ്യൽ സർവീസ്, ഇതെല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളാണെന്ന് അറിയാം. ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണെങ്കിലും സോഷ്യൽ സർവീസസ് നടപ്പിലാക്കുന്നതാണെങ്കിലും എല്ലാം തന്നെ സിവിൽ സർവീസിന്റെ ഫംഗ്ഷനാണ്. ഗവൺമെന്റിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് സിവിൽ സർവീസിന്റെ ഉദ്ദേശമാണ് അല്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറിൽ എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന ചോദ്യം. ഇതൊരു എലിമിനേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്നത്. നോട്ടോ which suffered a 7.5 scale earthquake and a devastating tsunami on New Year Day of 2024 is in which Asian country? ഏത് ഏഷ്യൻ കൺട്രിയിലാണ് ഈ പറയുന്ന നോട്ടോ 7.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ സുനാമിയും എർത്ത് ഉണ്ടായത് 2024 പുതുവർഷത്തിൽ? നമുക്ക് എങ്ങനെ എലിമിനേഷൻ പോസിബിൾ ആകും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പൊ ഈ പറയുന്ന ജപ്പാനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം. നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബിപിൻ സാറിന്റെ ഒരു വീഡിയോ തന്നെയുണ്ട്, എന്തുകൊണ്ട് ഈ പറയുന്ന ജപ്പാനിൽ കൂടുതൽ സുനാമികൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അത് കൃത്യമായിട്ടുള്ള 4 പ്ലേറ്റുകൾ ഒന്ന് ചേരുന്ന സ്ഥലത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മുടെ സാറ് കൃത്യമായിട്ട് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ തന്നെ കിട്ടും. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ജപ്പാനിൽ ഭൂകമ്പം, ജപ്പാനിൽ സുനാമി. സുനാമി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അപ്പം ചോദിക്കും എല്ലായിടത്തും സുനാമി വന്നൂടെ? എല്ലായിടത്തും വരാം. പക്ഷെ നോട്ടോ എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ ഒരു എന്താണ്, നമ്മൾ പറയുമ്പോൾ ചിലപ്പോ റേസിസ്റ്റ് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെ തോന്നരുത്. ഈ നോട്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പദം പോലെ എന്ന് നമുക്ക് തോന്നാം. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു ജപ്പാൻ വാക്കുകൾ അല്ലെങ്കിൽ ജാപ്പനീസ് ആൾക്കാർ അല്ലെങ്കിൽ ജാപ്പനീസ് സ്ഥലങ്ങളുടെ പേരുകളായിട്ട് അങ്ങനെ ബന്ധമുണ്ട്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പൊതുവേ നമുക്ക് നോട്ടോ, ക്യോട്ടോ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ജപ്പാൻ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സൗത്ത് കൊറിയ പറയാം. പക്ഷെ സൗത്ത് കൊറിയ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഭൂകമ്പങ്ങളിലോട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം തന്നെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് എക്സാം ഹാളിൽ നിന്ന് വരാനുള്ളതാണ് നമ്മുടെ മൈൻഡിൽ. അഫ്ഗാനിസ്ഥാൻ ഒന്നും അല്ല, നമുക്കറിയാം. ഇന്ത്യ അല്ല, അഫ്ഗാനിസ്ഥാൻ അല്ല, പിന്നെ സൗത്ത് കൊറിയയും ജപ്പാനും. നമ്മളങ്ങ് വിചാരിക്കുക നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും സുനാമികളും ആവർത്തിക്കുന്നതാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജപ്പാൻ ആകാം സാധ്യതയുള്ളത് എന്ന് പറഞ്ഞ ആൻസറിൽ എത്താവുന്നതാ. മനസ്സിലായല്ലോ? എനിക്കൊന്നുമേ അറിയില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്യണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ല നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കംഫർട്ട് ലെവലിലാണ്, നിങ്ങൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ എക്സാം എഴുതി നിൽക്കുന്നു, അങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കയറി അറ്റൻഡ് ചെയ്ത് കളയരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? ജപ്പാനിലായിരിക്കാം, എനിക്കൊരു നല്ല മാർക്കുണ്ട്, ജപ്പാനിലായിരിക്കാം, ചുമ്മാ എഴുതാം, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു കംഫർട്ട് ലെവൽ അല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ല, നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഭയങ്കര ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളാണിത്. മനസ്സിലായല്ലോ? ജപ്പാൻ ഞാൻ പഠിച്ചതല്ലേ, ഇതൊരു ഗസ്സാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ ചിലപ്പോൾ ഈ പറയുന്ന പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ഗസ് ചെയ്യാവുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ല? എപ്പോഴും നിങ്ങൾ എക്സാമിൻ എഴുതുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് അറിയാം എത്ര മാർക്കോളം ഏകദേശം ഉറപ്പുള്ള ചോദ്യങ്ങളുണ്ട്, ഉറപ്പായിട്ട് മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളുണ്ട്, അല്ലാത്ത ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് വേണം ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും ഇതാണെങ്കിലും ഈ ഗവേണൻസ് പ്ലാൻ അല്ലാതെ നിങ്ങൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷെ ഈ ഒരു ആർട്ടിക്കിൾ 26ഉം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സിവിൽ സർവീസ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ സുനാമിയുടെ കാര്യമൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് കൂടുതൽ വേണം, നിങ്ങളൊരു പൊസിഷനിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? ഈ ഒരു ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഫിസ്ക്കൽ പോളിസി മനസ്സിലാകുന്നു, ആ ഒരു ടേം നിങ്ങൾക്ക് കിട്ടുന്നു, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഇത് പലപ്പോഴും നിങ്ങൾ മോണിറ്ററി പോളിസിനെ പറ്റി പഠിക്കാറുണ്ട്, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിനെ പറ്റി നിങ്ങൾ കേൾക്കാറുണ്ട്. ഇവിടെ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വരവ് ചെലവ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കോൺട്രാക്ഷണറി എന്ന് പറയുമ്പം കോൺട്രാക്ട് ചെയ്യുക, ചുരുങ്ങുക. എക്സ്പാൻഷണറിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രാക്ഷണറി. എക്സ്പാൻഡ് ചെയ്യുക, വികസിക്കുക. കോൺട്രാക്ഷണറി ചുരുങ്ങുക. അവിടെ എന്താണ് ചുരുക്കാൻ പറ്റുന്നത്? സമ്പദ് വ്യവസ്ഥ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പൈസ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അവിടെ മാക്സിമം പൈസ, അതായത് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന പൈസ ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ഫിസ്ക്കൽ പോളിസി അത് എക്കണോമിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ജനങ്ങൾ എക്കണോമിയിലോട്ട് എത്തുന്ന പൈസ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് ജനങ്ങളിലോട്ട് എത്തുന്ന പൈസ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ആദ്യം സ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കണം, അല്ലെ? ആ ഒരു ടേമിൽ നമുക്ക് കിട്ടണം കോൺട്രാക്ഷണറി, എക്സ്പാൻഷണറി. അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ്, ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കണം. ആൻഡ് ഹയർ ടാക്സ്, ടാക്സ് കൂട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഗവൺമെന്റിലോട്ട് എത്തുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പൈസ കുറയുന്നില്ലേ? കോൺട്രാക്ഷൻ ഫിസ്ക്കൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഫിസ്ക്കൽ പോളിസി കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ ഗവൺമെന്റിലെ കയ്യിലെ ക്യാഷ് കോൺട്രാക്ട് ചെയ്യാന്നല്ല, എക്കണോമിയിലെ ക്യാഷ് കോൺട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് പ്രവർത്തിക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഒരു ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെയാണ് ബാധിക്കാനുള്ളത്, ഗവൺമെന്റിനെ സ്വന്തമായിട്ട് ബാധിക്കുന്നില്ല, ജനങ്ങളെ, എക്കണോമിയിലെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ജനങ്ങൾ കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്കണോമി കോൺട്രാക്ട് ചെയ്യുന്നു എന്നാണ് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസറിൽ എത്താം. ഇവിടെ ഒന്ന് ആലോചിച്ചെങ്കിൽ ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുന്നു, നികുതി നിരക്ക് കൂട്ടുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പൈസ അവിടെ കുറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്താവുന്നതാണ്. ഈ ഒരു കോമൺ സെൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന സംഗതി ടേം മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്ഷനിലോട്ട് എത്താവുന്നതാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പൈസ കുറയും, ഗവൺമെന്റ് എന്ത് ചെയ്യുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ പൈസ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്താവുന്നതാണ്. ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, ഈ ഒരു ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ ആൻസർ എത്താവുന്നതാണ്. ബാക്കി അതായത് ഈ ഓപ്ഷൻസിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പഠിച്ചിട്ടുണ്ട്, എന്താണ് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കോൺട്രാക്ട് ചെയ്യുന്ന എക്സ്പാൻഡ് ചെയ്യുന്ന അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ആൻസറിൽ എത്താം. ഓക്കെ അല്ലേ? ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുന്നു, നികുതി നിരക്ക് കൂട്ടുന്നു. ഇനി അടുത്തത് ഈ ചോദ്യം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗസ് അടിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ്. വേഗത്തിൽ ആക്സസ് ചെയ്യാനും നമ്മളെ കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? നിങ്ങൾക്ക് തന്നെ ആൻസറിൽ എത്താൻ പറ്റുന്നു. ഏതായിരിക്കും? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണോ? പാക്കേജ് സോഫ്റ്റ്വെയർ ആണോ? മിഡിൽ വെയർ ആണോ? ഇതെന്താ സംഗതി? ഈ പറയുന്ന പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണെങ്കിലും പാക്കേജ് സോഫ്റ്റ്വെയർ ആണെങ്കിലും മിഡിൽ സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് വലിയ അറിയില്ല എന്ന് വിചാരിച്ചു. പാക്കേജ് സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിൻഡോസ്, നമ്മുടെ 360 അല്ലെങ്കിൽ വിൻഡോസ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, വിൻഡോസ് ഓഫീസ് അല്ല, മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് 360 ഒക്കെ പറ്റി നമുക്ക് അറിയാമല്ലോ. കംപ്ലീറ്റ് പാക്കേജ് കിട്ടുന്ന, പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. മിഡിൽ വെയർ, ഇതിനെ പറ്റി നമുക്ക് അറിയില്ല. പക്ഷേ ഓപ്ഷൻ ഡി ഒന്ന് വായിച്ചു നോക്കി, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ആ പേരിനകത്ത് തന്നെയുണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, വിച്ച് മീൻസ് ഓപ്പൺ ടു ഓൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുത്തുകൂടെ? നമുക്കൊന്നും അറിയില്ലെങ്കിൽ ഇതിലോട്ട് ആൻസറിൽ എത്തിക്കൂടെ? ഒന്നും അറിയാത്ത ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലേ നിങ്ങളവിടെ എന്ത് ചെയ്യത്തുള്ളൂ? മാർക്ക് ചെയ്യത്തുള്ളൂ. ആണല്ലോ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ്. പാക്കേജ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് ഇന്നെല്ലാം തന്നെ പൈസക്ക് വിൽക്കുന്ന ഒരു സമയത്ത് പാക്കേജ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വിൻഡോസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ആയിട്ട് കിട്ടുന്നു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണോ കിട്ടുന്ന വിൻഡോസ്? അല്ലെങ്കിൽ വിൻഡോസും അതുപോലെ തന്നെ ഈ പറയുന്ന ഓഫീസും അല്ലല്ലോ. ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു ഓണർഷിപ്പ് ഉണ്ട്, അത് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ മിഡിൽ വെയർ, സോഫ്റ്റ്വെയറിന്റെ ഇടയിൽ നിൽക്കുന്ന സംഗതി, അതായത് രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആകുന്ന മിഡിൽ വെയർ, അതും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതല്ല. മനസ്സിലായല്ലോ? അതിപ്പോൾ മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒറാക്കിൾ ആണെങ്കിലും ഇവരെല്ലാം തന്നെ മിഡിൽ വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല. അപ്പം നമുക്കിവിടെ ഒരു ഗസ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ഗസ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എത്താൻ പറ്റുക. ഓക്കെ അല്ലേ? നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിനക്സ് നമ്മൾ പഠിക്കുന്ന സാധനമാണ് ലിനക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിനക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ പറയുന്ന പോലെ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് ലിനക്സ് ആണല്ലോ. പൈത്തൺ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. യെസ്. ഇനി the supplemental memory system that can temporarily store frequently used instruction and data for faster processing by CPU.
ഇതും നമുക്കൊന്ന് ഗസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്ലിയർ ക്യാഷ് എന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുമല്ലോ. ക്ലിയർ ക്യാഷ്, CACHE, ക്ലിയർ ക്യാഷ് എന്ന് കാണുമല്ലോ. ഇപ്പൊ ക്യാഷ് മെമ്മറി നിങ്ങൾ നോക്കിയേ, ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സപ്ലിമെന്റൽ മെമ്മറി ദാറ്റ് ക്യാൻ ടെമ്പററിലി സ്റ്റോർ ഫയൽസ് അല്ലെങ്കിൽ ടെമ്പററിലി സ്റ്റോർസ് ഫ്രീക്വന്റ്ലി യൂസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഫോർ ഫാസ്റ്റർ പ്രോസസ്സിംഗ്. നിങ്ങൾ CPU-ല് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു സംഗതി ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെമ്മറി, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെന്ന് നിങ്ങൾ CPU-ന്റെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ഫോണിലെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ബ്രൗസർ എടുത്തിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ ക്യാഷ് മെമ്മറി എന്നൊരു സാധനമാണ് അവിടെ ഉള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോണിൽ ക്ലിയർ ക്യാഷ് എന്നൊരു സാധനം, സിസ്റ്റത്തിൽ ക്ലിയർ ക്യാഷ് എന്നൊരു സാധനമാണ് കാണുന്നത്. ഫ്ലാഷ് ഒന്നും നമ്മൾ അധികം കാണാറില്ല. ഹാർഡ് ഡിസ്ക് നമുക്കറിയാം, അങ്ങനെ അതിനുള്ളതല്ല എന്നറിയാം. റാമും അതിനുള്ളതല്ല എന്നറിയാം. റാമും ഹാർഡ് ഡിസ്ക് ഒക്കെ വേഗത്തിലുള്ളതാണ് അല്ല. പിന്നെ ഫ്ലാഷും ക്യാഷും തമ്മിലാണ് നമുക്കൊരു ഡൗട്ട് വരിക. റാം റാൻഡം ആക്സസ് മെമ്മറി, ദെൻ ഹാർഡ് ഡിസ്ക്, ഇത് രണ്ടും അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് വേഗത്തിൽ CPU-ന് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വേഗത്തിൽ പ്രോസസ്സിംഗ് നടക്കാൻ വേണ്ടിയുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് മെമ്മറിയാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, സിസ്റ്റം യൂസ് ചെയ്യുന്നു, ബ്രൗസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ക്യാഷുകളായിട്ടും അതുപോലെ കുക്കീസ് ആയിട്ട് കാണില്ല, ക്ലിയർ കുക്കീസ്, ക്ലിയർ ക്യാഷ്, അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർനെറ്റിലൊക്കെ നമ്മൾ പിന്നെ ഫ്രീക്വന്റ്ലി വിസിറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ അതിൽ സൂക്ഷിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഫോണുകളിലും ക്യാഷ് മെമ്മറിയുടെ രൂപത്തിലായിരിക്കും. പലപ്പോഴും നമ്മൾ ഫ്ലാഷ് മെമ്മറി അങ്ങനെ കാണാറില്ല, ക്യാഷ് മെമ്മറിയാണ് കാണാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ഈ പറയുന്ന പിന്നെ എന്താ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്നത് വഴി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പക്ഷെ വേറൊരു സാധനം, എന്താണ് ക്യാഷ് എന്താണ് ഫ്ലാഷ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് എത്തുമ്പോൾ വേണമെങ്കിൽ ക്യാഷിൽ എത്താം എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ക്യാഷ് മെമ്മറി ആൻസറിൽ എത്താം. ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുക്കാത്ത കാര്യം നിങ്ങൾക്ക് തോന്നും, എല്ലാം ഇങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ പിന്നെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വയനാടിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താ ഈ പറയുന്ന ട്രൈബൽ റിവോൾട്ട് നടത്തിയ നേതാവിന്റെ പേര് രാമനമ്പി. ആ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്, പിന്നെ ന്യൂറംബർഗ് വിചാരണ, ഇങ്ങനെയൊക്കെ നമുക്ക് ചുമ്മാ ഒരു ഗസ് അടിച്ച് എലിമിനേഷൻ പോലെ നമുക്ക് പറയാം. പക്ഷെ അതൊക്കെ വൈറ്റ് ഗസ് ആയി. മനസ്സിലായല്ലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ രണ്ട് കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസും ആക്ച്വലി ഒന്നും അറിയില്ല, പക്ഷെ ഒരു മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10, 20, 25, 20 മുകളിൽ ചോദ്യങ്ങൾ നമ്മുടെ എന്താ പ്രിലിംസ് ചോദ്യങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതായത് കുറച്ച് ഗസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ എത്താം എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതൊന്നും ഞാൻ എടുക്കാത്ത കാരണം എന്താ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാം പിന്നെ ഇത് ഗസ് അല്ലേ, ഇത് കംപ്ലീറ്റ് ഗസ് അല്ലേ, പഠിച്ചിട്ട് പോകേണ്ട, ഫുള്ള് ഗസ് അടിച്ച് എഴുതാം, തെറ്റിയാ തെറ്റി, ശരിയായി, അങ്ങനത്തെ ഉള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്ക ക്വസ്റ്റ്യൻസ് അതെല്ലാം പറയാത്തത്. അതിന് ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്ത് ആൻസറിൽ എത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത്, who was instrumental in founding the National Planning Committee, the forerunner of the Planning Commission, in 1938 for drawing up a plan of economic development on the basis of industrialization. 1938 പ്ലാനിംഗ് കമ്മീഷന്റെ മുൻഗാമിയായിട്ടുള്ള നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തി ആരാണ്? ഈ പറയുന്ന പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ചതെന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ്, ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസനം, അതാണ് ഊന്നൽ കൊടുത്ത്. അതിനു വേണ്ടി ഒരു പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ ഒരു സംഗതി എത്തുമ്പോൾ ഇത് ആക്ച്വലി ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാവാം, എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാകാം. മനസ്സിലായല്ലോ? ഹിസ്റ്ററിന്നോ എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാകാം. രണ്ട് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് നോക്കിക്കാണാം. ചിലപ്പോൾ എക്കണോമിക്സ് പഠിച്ച ആൾക്കാരുണ്ടാവും, ഹിസ്റ്ററിയിൽ പഠിച്ച ആൾക്കാരുണ്ടാവും. ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടും ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഓക്കെ, അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ INC സെഷനുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ? INC സെഷൻ പഠിക്കുന്ന സമയത്ത് ഇതിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാലഗംഗാധർ തിലക് 1938 ബാലഗംഗാധർ തിലക് ഉണ്ടോ? 1938 എന്ന് പറയുന്ന സമയത്ത് ബാലഗംഗാധർ തിലകുമായിട്ട് നമുക്ക് അധികം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വർഷമല്ല. അത് നമുക്കത് മാറ്റാം.
ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കാനുള്ള കാര്യം മോത്തിലാൽ നെഹ്റു, ഓക്കെ, ദെൻ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓക്കെ, ശരി, ഇവിടെ പറയുന്നത്. എന്നാലും 1938 പറയുന്നത്, ശ്രദ്ധിക്കണം, 1938 പറയുന്നത് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റീനെ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ മുൻപേ ഉള്ള അതിന്റെ ഒരു പ്രെഡിസസർ ആയിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഫോർ റണ്ണർ ആയിട്ടുള്ള സ്ഥാപനം എന്നാണ് പറയുന്നത്. അപ്പൊ 1938 ഇവിടെ ആരുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും? 1938 INC-യിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ INC-യിൽ ഇത് പുതിയ താരോദയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം 1938 INC ഹരിപുര സെഷൻ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾ എന്ത് ഓർത്തില്ലെങ്കിലും ഹരിപുര സെഷൻ ഓർമ്മയുണ്ടാവും. INC-യുടെ ഹരിപുര സെഷനും 1939 ത്രിപുരി സെഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ത്രിപുരി സെഷനിലാണ് ആദ്യമായിട്ട് നമ്മുടെ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി, ആദ്യമായി ഇലക്ഷൻ നടക്കുന്നു. അങ്ങനെ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി, ഗാന്ധിജിയുടെ നോമിനീനെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് മാറുന്നു 1939 ആണല്ലോ അല്ലെ? അതിനു മുന്നേ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആയതാണ് 1938 അല്ലെ? 1938 സുഭാഷ് ചന്ദ്രബോസ് INC-യുടെ പ്രസിഡന്റ് ആകുന്നുണ്ട്. 1938 സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകുന്നു. ആ ഒരു സംഗതി നമുക്കറിയാം. ആ സമയം നമുക്ക് 1938 വേറെ ആരുമായിട്ട് ഇവിടെ ബന്ധപ്പെടുത്താൻ പറ്റണമെന്നില്ല, മനസ്സിലായല്ലോ? 1938 ഈ പറയുന്ന പോലെ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിക്കുന്നു. അതായത് ഇന്നത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻഗാമിയായിട്ടുള്ള സ്ഥാപനം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഈ താഴെ പറയുന്ന നേതാക്കൾ ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു സംഘടനയൊക്കെ തലപ്പത്തിരുന്നാലേ ഒരു സ്ഥാപനം കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്കോ താഴെ തട്ടിലുള്ള ഒരു നേതാവായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവരുന്നു, അത് പിന്നീട് പ്ലാനിംഗ് കമ്മീഷനായിട്ട് മാറുന്നു, അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, 1938 INC-യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ INC ഹരിപുര സെഷനിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണ് ആ ഒരു ഹരിപുര സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ പറയുന്ന പോലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് പിന്നീട് പ്ലാനിംഗ് കമ്മീഷനായിട്ട് മാറുന്നു. അങ്ങനെ ഈ സുഭാഷ് ചന്ദ്രബോസ് അപ്പോയിന്റ് ചെയ്യുന്ന നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ അല്ലേ? അവര് റിപ്പോർട്ട് 1948 വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്നത് 1938 സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് നടന്ന വർഷമാണ്. അപ്പം ഓപ്ഷനിൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, കാരണം ഹരിപുര സെഷന്റെ പ്രാധാന്യം നമുക്കറിയാം. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആൻസറിലോട്ട് എത്താവുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസറിൽ എത്താവുന്ന സാധനം. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രി ലോഞ്ച്ഡ് ഈശ്രം പോർട്ടൽ ഫോർ ക്രിയേറ്റിംഗ് എ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ഓഫ് ഓൾ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പോർട്ടൽ, ഈശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്ത ഏത് മന്ത്രാലയമാണ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ. അപ്പൊ അത് കൂടുതലും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ കർഷകർ വരും, ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാർ വരും, ഡെയിലി വേജസ് വർക്കേഴ്സ് വരും. അപ്പൊ കൂടുതലും തന്നെ അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കാം അല്ലെ? ആണല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് കീഴിലോ ഗവൺമെന്റിന്റെ കീഴിലോ പ്രത്യേക ഒരു സംഘടനയുടെ കീഴിലോ ജോലി ചെയ്യാത്തവരാണ് അസംഘടിത മേഖല തൊഴിലാളികൾ. അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുക, അവരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ ഈ ശ്രം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ പോർട്ടൽ ഏത് മന്ത്രാലയമാണ് കൊണ്ടുവന്നത്? ഉറപ്പായിട്ടും മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അല്ല എന്ന് നമുക്ക് ആദ്യമേ അങ്ങ് എന്ത് ചെയ്യാം, നമുക്കങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസും എംപവർമെന്റ്, സാമൂഹ്യക്ഷേമവും ശാക്തീകരണ മന്ത്രാലയം അല്ല. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, വർക്കേഴ്സ്, തൊഴിലാളികളെ പറ്റിയാ പറയുന്നത്, സാമൂഹ്യ നീതിയല്ല. ഇവിടെ പെൻഷനെ പറ്റിയോ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ മേഖല തുടങ്ങിയ കാര്യങ്ങളില്ല. അപ്പൊ സാമൂഹ്യ നീതി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതോ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലും സാമൂഹ്യ നീതി നേടിയെടുക്കുക എന്നുള്ള സംഗതിയിൽ ഇങ്ങനെ വർക്കേഴ്സ്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല. ഇനി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഓണ്ടർപ്രണർഷിപ്പും, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ്, പുതിയ നൈപുണ്യ വികസനം, അതിന് ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് അവർക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. അപ്പൊ അവിടെ കൂടുതൽ കുട്ടികളാണ് വേണ്ടത്.
അല്ലെങ്കിൽ അവിടെ എന്താണ് ഈ പറയുന്ന തൊഴിൽ, ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സ്കില്ലുള്ള ആൾക്കാരാണ് വേണ്ടത്, പുതിയ പുതിയ ബിസിനസ് ഐഡിയ ഉള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കുള്ളത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, തൊഴിൽ മന്ത്രാലയം അല്ലെ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അകത്ത് വർക്കേഴ്സ് ഉറപ്പായിട്ടും വരുന്നുണ്ട്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, അസംഘടിത മേഖല, തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ലേബറിലോട്ട് എത്താം. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ശ്രം, മനസ്സിലായല്ലോ. അപ്പൊ തൊഴിലിന് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ്, അതാണ് എന്താ പറയുന്നത്, ഈ ശ്രം പോർട്ടൽ, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ആൻസറിൽ എത്താവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് നമുക്ക് ആൻസറിൽ എത്താവുന്ന, ഗസ് അടിച്ച് നമുക്ക് ആൻസറിൽ എത്താവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, ഈ പറയുന്ന ഫസ്റ്റ് ഫേസ് എക്സാമിന് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എത്താവുന്ന എലിമിനേഷനും ഗസ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എത്താവുന്ന ചോദ്യങ്ങൾ നമ്മൾ നോക്കി. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് കുറച്ച് പഠനം ആവശ്യമാണ്, കുറച്ച് പഠിച്ചിട്ട് ആൻസറിൽ എത്താവുന്ന ചോദ്യങ്ങളുണ്ട്. ഒന്നും അറിയാതെ പേരുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഗസ് അടിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഭയങ്കര വൈഡ് ഗസ് അടിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എങ്ങനത്തെ എലിമിനേഷൻ നിങ്ങൾക്ക് നടത്തണം എന്നുള്ളത് നിങ്ങളുടെ എക്സാമിനനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് എഴുതി, നിങ്ങൾക്ക് ഇനി ഇത്ര ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ എഴുതണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും വൈഡായിട്ടുള്ള ഗസ്സുകൾ നടത്താൻ പാടുള്ളൂ. നമ്മൾ ആ കമ്പ്യൂട്ടറിൽ 2 ക്വസ്റ്റ്യൻസ് പോലുള്ളവ. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ഇതിൽ. ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാവുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന എലിമിനേഷൻ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ 2ാമത്തെയും 3ാമത്തെയും ഘട്ടത്തിലുള്ളവർ ഈ ഒരു മാർഗം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ഫേസിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.